നമസ്കാരം. പ്രധാന വാർത്തകളുമായി അവർ TV 24/7. ഇഫ്താർ വിരുന്നിൽ റമദാൻ ആശംസകൾ നേർന്ന സൗദ് ബിൻ സക്കർ. സുപ്രീം കൗൺസിൽ അംഗവും റാസൽ ഖൈമ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് സൗദ് ബിൻ സക്കർ അൽ ഖാസ്മി ഖുസാം ഹോസ്പിറ്റാലിറ്റി മജ്ലിസിൽ റമദാൻ ആശംസകൾ നേർന്നവരെ സ്വീകരിച്ചു. ആരോഗ്യ സുരക്ഷ ശക്തമാക്കും, ജീവിത നിലവാരം ഉറപ്പാക്കും. UAE വിദേശ നിക്ഷേപം 24,000 കോടി ദിർഹമാക്കും. UAEയുടെ വിദേശ നിക്ഷേപം 2031 24,000 കോടി ദിർഹമാക്കി ഉയർത്തുന്നതുൾപ്പെടെ ലക്ഷ്യങ്ങളുമായി ദേശീയ നിക്ഷേപ നയത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഏതാനും വർഷങ്ങൾക്കകം രാജ്യത്തിന്റെ വിദേശ നിക്ഷേപം 2.2 ട്രില്യൺ ദിർഹമായി ഉയർത്താനും ലക്ഷ്യമിടുന്നു. കേന്ദ്രീകൃത വിദ്യാഭ്യാസ വകുപ്പ് അവസാനിപ്പിക്കുന്നു. ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ച് ട്രംപ്. കേന്ദ്രീകൃത വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വകുപ്പിലെ പകുതിയോളം ജീവനക്കാർക്ക് ജോലി നഷ്ടമായി. ഇവർക്ക് ജൂൺ 9 വരെയുള്ള ശമ്പളം ലഭിക്കുമെന്ന് US വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്മഹോൺ പറഞ്ഞു. അജ്മാൻ ഭരണാധികാരിയും കിരീടാവകാശിയും റമദാൻ ആശംസകൾ നേർന്നു. സുപ്രീം കൗൺസിൽ അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നൊയ്മി അജ്മാൻ കിരീടാവകാശി ഹിസൈനസ് ഷെയ്ഖ് അമാർ ബിൻ ഹുമൈദ് അൽ നൊയ്മിയുടെ സാന്നിധ്യത്തിൽ അൽ സഹർ കൊട്ടാരത്തിൽ റമദാൻ ആശംസകൾ നേർന്നു. ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അബുദാബി സർക്കാരിന്റെ റമദാൻ മജ്ലിസ് ബർസത്ത് അബുദാബിയിൽ പങ്കെടുത്തു. അബുദാബി കിരീടാവകാശിയും അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അബുദാബി മീഡിയ ഓഫീസ് ഖസർ അൽ ഹുസൈനിൽ സംഘടിപ്പിച്ച അബുദാബി സർക്കാരിന്റെ റമദാൻ മജ്ലിസായ ബർസത്ത് അബുദാബിയിൽ പങ്കെടുത്തു. UAE അതിന്റെ നേതൃത്വം, സർക്കാർ ജനവിഭാഗങ്ങൾ എന്നിവയ്ക്ക് പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ നേതൃത്വത്തിൽ അഭിവൃദ്ധി തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ റമദാൻ മാസത്തിൽ പങ്കെടുത്തവരുമായി ഹിസൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ആശംസകളും അനുഗ്രഹങ്ങളും കൈമാറി. റമദാനിൽ 400 മുസ്ലിം ഗ്രാമങ്ങൾക്ക് ഭക്ഷണ പാക്കറ്റുകൾ നൽകി അന്താരാഷ്ട്ര ചാരിറ്റി സംഘടന. പുണ്യമാസത്തിലെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2025 റമദാൻ ക്യാമ്പയിൻ ആരംഭിച്ചതു മുതൽ അന്താരാഷ്ട്ര ചാരിറ്റി ഓർഗനൈസേഷൻ 400 മുസ്ലിം ഗ്രാമങ്ങൾക്ക് അവശ്യ ഭക്ഷണ പാക്കേജുകൾ നൽകി വരുന്നു. മോദിക്ക് പരമോന്നത ബഹുമതി നൽകി മൗറീഷ്യസ്. ആദ്യ ഇന്ത്യക്കാരൻ. ലോകത്ത് 5 പേർക്ക് മാത്രം കിട്ടിയ ബഹുമതി. ഗാന്ധി ഭവന് വീണ്ടും യൂസഫ് അലിയുടെ റംസാൻ സമ്മാനം. റംസാൻ നോമ്പുകാലത്ത് പത്തനാപുരം ഗാന്ധി ഭവൻ ആശ്വാസമായി വീണ്ടും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സ്നേഹ സഹായം. ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്കായി 1 കോടി രൂപയുടെ സഹായം കൈമാറി. എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനും മരുന്നിനും ചികിത്സയ്ക്കുമായാണ് തുക കൈമാറിയത്. 1500ഓളം അന്തേവാസികളാണ് പത്തനാപുരം ഗാന്ധി ഭവനിലുള്ളത്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാലസാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. വ്യത്യസ്ത വിഭാഗങ്ങളിലായി 7 പേരാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. കഥ, നോവൽ വിഭാഗത്തിൽ വിമീഷ് മണിയൂർ, കവിത വിഭാഗത്തിൽ പ്രേമജ ഹരീന്ദ്രൻ, വൈജ്ഞാനിക വിഭാഗത്തിൽ ഡോക്ടർ B പത്മകുമാർ, ശാസ്ത്ര വിഭാഗത്തിൽ പ്രഭാവതി മേനോൻ, ആത്മകഥാ വിഭാഗത്തിൽ ഡോക്ടർ നെത്തൂർ ഹരികൃഷ്ണൻ, വിവർത്തനം പുനരാഖ്യാനം വിഭാഗത്തിൽ ഡോക്ടർ സംഗീത ചേനമ്പുള്ളി, നാടക വിഭാഗത്തിൽ ഹാജ്ര KM എന്നിവർ പുരസ്കാരത്തിന് അർഹരായി. ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ച. നിർമ്മല സീതാറാമിനെ കണ്ട് പിണറായി വിജയൻ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. ഡൽഹി കേരള ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. പാടും പാതിരയെ ആദരിച്ചു. ചെമ്പൈ സംഗീതോത്സവത്തിൽ 25 വർഷം കച്ചേരി. ചെമ്പൈ സംഗീതോത്സവത്തിൽ തുടർച്ചയായി 25 വർഷം സംഗീത കച്ചേരി നടത്തിയ പാടും പാതിരി ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ CMIയെ സംഘാടക സമിതി ഭാരവാഹികൾ ആദരിച്ചു. ചെമ്പൈ ഏകാദശി സംഗീതോത്സവ കമ്മിറ്റി ചെയർമാൻ ചെമ്പൈ സുരേഷ്, ചെമ്പൈ വിദ്യാപീഠം രക്ഷാധികാരി ഗായത്രി തമ്പാൻ, സെക്രട്ടറി കീഴത്തൂർ മുരുകൻ എന്നിവർ ചേർന്നാണ് പൊന്നാട അണിയിച്ച് ആദരിച്ചത്. ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കലിന്റെ കച്ചേരിക്ക് വയലാ രാജേന്ദ്രൻ വയലിൻ, ഗുരുവായൂർ സനോജ് മൃദംഗം, വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഘടം എന്നിവർ മേളമൊരുക്കി. എല്ലാ മതവിശ്വാസികളെയും ദേശവാസികളെയും ഒരുമിച്ച് ചേർക്കാൻ ശക്തിയുള്ള കലയാണ് സംഗീതം. സംഗീതം കലാദേശങ്ങൾക്ക് അതീതമാണെന്ന് ഓരോ ചെമ്പൈ സംഗീതോത്സവവും തന്നെ പഠിപ്പിച്ചെന്നും ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ പറഞ്ഞു. പാലച്ചിറ വെൽഫെയർ അസോസിയേഷൻ ദുബായ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി.
തിരുവനന്തപുരം ജില്ലയിലെ വർക്കല പാലച്ചിറ നിവാസികളുടെ ദുബായിലെ കൂട്ടായ്മയായ പാലച്ചിറ വെൽഫെയർ അസോസിയേഷൻ ദുബായ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. മാർച്ച് 8 ദുബായ് അൽഗർഗൂദ് ഈറ്റ് ആൻഡ് ഡ്രിങ്ക് റെസ്റ്റോറന്റിൽ വെച്ചായിരുന്നു സംഗമം. UAE ഗോൾഡൻ വിസ ലഭിച്ച അംഗങ്ങളെ യോഗത്തിൽ ആദരിച്ചു. ട്രക്ക് കൊക്കയിലേക്ക് മറിഞ്ഞു. മണിപ്പൂരിലെ സേനാപതി ജില്ലയിലെ ചങ്കോബെങ്കിൽ ഉണ്ടായ അപകടത്തിൽ 3 ജവാന്മാർക്ക് വീരമൃത്യു, 13 പേർക്ക് പരിക്കേറ്റു. കേരള സോഷ്യൽ സെന്റർ ഇഫ്താർ സംഗമം. കേരള സോഷ്യൽ സെന്റർ ഇഫ്താർ സംഗമം നടത്തി. വേൾഡ് KMCC വൈസ് പ്രസിഡന്റ് U അബ്ദുള്ള ഫറൂഖി റംസാൻ സന്ദേശം നൽകി. ഇനി സ്പോർട്സ് വാർത്തകൾ. അഖിലേന്ത്യാ പോലീസ് വോളി കേരള പോലീസ് ജേതാക്കൾ. അഖിലേന്ത്യാ പോലീസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള പോലീസ് ജേതാക്കളായി. ഹരിയാനയിലെ കർണാടക മധുബൻ പോലീസ് അക്കാദമിയിൽ നടന്ന മത്സരത്തിൽ CISF റാഞ്ചിയെ 1-3 സെറ്റുകൾക്ക് തകർത്താണ് കേരളം ജേതാക്കളായത്. KCI പ്രസിഡന്റ് ട്രോഫി വിജയവഴിയിൽ മടങ്ങിയെത്തി റോയൽസ്. മറ്റൊരു മത്സരത്തിൽ ലയൺസിന് വിജയം. വനിതാ പ്രീമിയർ ലീഗ് ബാംഗ്ലൂരുവിന് ജയം. UEFA ചാമ്പ്യൻസ് ലീഗ് ബാഴ്സലോണ ക്വാർട്ടറിൽ. ഷൂട്ടൌട്ടിൽ ലിവർപൂളിനെ ഞെട്ടിച്ച് PSG ബാഴ്സലോണ ക്വാർട്ടറിൽ. ബയേണിന് വമ്പൻ വിജയം. ISL ബാംഗ്ലൂരുവിനെ വീഴ്ത്തി മുംബൈ പ്ലേ ഓഫിൽ, ഒഡീസ പുറത്ത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajumar.